ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് CDSന്റെ തനത് ചിലവായിട്ടുള്ള മീറ്റിംഗ് റിഫ്രഷ്മെൻറ്റ് എങ്ങനെയാണ് ടാലിയിലേക്ക് എൻ്റർ ചെയ്യുന്നത് എന്നുള്ളതാണ്. വേണ്ടിയിട്ട് നമ്മളൊരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണം. പേര് മീറ്റിംഗ് റിഫ്രഷ്മെൻ്റ് എന്ന് കൊടുക്കുക. ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്. കോസ്റ്റ് സെൻറ്റർ ഓഫ് ആണെന്നുള്ളത് ഉറപ്പാക്കുക. സേവ് ചെയ്യുക. ഈ ചിലവ് ട്രാൻസാക്ഷൻ എൻ്റർ ചെയ്യുകയാണ്. വൗച്ചർ എൻട്രിയിൽ പേയ്മെൻറ്റിൽ ഡേറ്റ് സെലക്ട് ചെയ്യുക. കൊടുക്കുന്നത് ഓൺ ഫണ്ടിൽ നിന്നാണ്, പോകുന്നത് മീറ്റിംഗ് റിഫ്രഷ്മെൻ്റ് ആണ്. 650 രൂപ. കൂടെയുള്ള ചെക്ക് നമ്പർ വെച്ചിട്ട് സേവ് ചെയ്യുക. അടുത്ത മാസം വീണ്ടും നമ്മൾ മീറ്റിംഗ് റിഫ്രഷ്മെൻ്റ് കൊടുക്കും. അതും കൊടുക്കുന്നത് ഓൺ ഫണ്ടിൽ നിന്നാണ്. കൊടുക്കുന്ന എക്സ്പെൻസിൻ്റെ ഇനമെന്ന് വെച്ചാൽ മീറ്റിംഗ് റിഫ്രഷ്മെൻ്റ് ആണ്. ഇങ്ങനെ എൻ്റർ ചെയ്ത് സേവ് ചെയ്ത് പോയാൽ മതിയാവും. ഇനി അഡ്മിനിസ്ട്രേറ്റീവ് ഗ്രാൻറ്റിൽ നിന്നും മീറ്റിംഗ് റിഫ്രഷ്മെൻറ്റ് കൊടുക്കാനുള്ള ഓപ്ഷൻ നമുക്കുണ്ട്. അപ്പോൾ അങ്ങനെ അതിൽ ഫണ്ടുള്ളവർ, അഡ്മിനിസ്ട്രേറ്റീവ് ഗ്രാൻറ്റ് അനുവദിച്ച് വരുമ്പോൾ ചിലവ് മീറ്റ് ചെയ്യുന്നവർ, അതിന് അഡ്മിനിസ്ട്രേറ്റീവ് ഗ്രാൻറ്റിൻ്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും അഡ്മിനിസ്ട്രേറ്റീവ് ഗ്രാൻറ്റിൽ നിന്നുള്ള ചിലവുകൾ എങ്ങനെയാണ് വിതരണം ചെയ്യുന്നത് എന്നുള്ളത്. ഇത് തനത് ഫണ്ടിൽ നിന്നും അഡ്മിനിസ്ട്രേറ്റീവ് ഗ്രാൻറ്റിലല്ലാതെ തനത് ചിലവായിട്ട് ഫണ്ടുകൾ ചിലവഴിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എൻട്രിയാണ് കാണിച്ചത്. അഡ്മിനിസ്ട്രേറ്റീവ് ഗ്രാൻറ്റിൻ്റെ എൻട്രി വേറെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നോക്കി ചെയ്യേണ്ടതാണ്. പിന്നെ ഇതിൻ്റെ റിപ്പോർട്ടുകൾ നമുക്ക് നോക്കാം. ഇത് ഈ എക്സ്പെൻസ് ആയതുകൊണ്ട് തന്നെ ഇൻകം ആൻഡ് എക്സ്പെൻസ് അക്കൗണ്ടിൽ റിഫ്ലക്റ്റ് ചെയ്യത്തുള്ളൂ. ഇതിൻ്റെ ഡീറ്റെയിൽ എടുത്ത് നോക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് മീറ്റിംഗ് റിഫ്രഷ്മെൻ്റ് എന്ന് പറഞ്ഞിട്ട് 1135 രൂപ തനത് ഫണ്ടിൽ നിന്ന് ചിലവായിട്ടുണ്ട്. ബാലൻസ് ഷീറ്റിൽ ഇത് റിഫ്ലക്റ്റ് ചെയ്യത്തില്ല. കോസ്റ്റ് സെൻറ്ററും ഇത് അപ്ലൈ ചെയ്യുന്നതല്ലാത്തതുകൊണ്ട് അതിനകത്തും റിപ്പോർട്ടുകൾ കാണാൻ കഴിയില്ല. തനത് ഫണ്ടിൽ നിന്നും മീറ്റിംഗ് റിഫ്രഷ്മെൻറ്റ് കൊടുക്കുന്നതിൻ്റെ എൻട്രി ഇത്ര മാത്രമേ ഉള്ളൂ. അഡ്മിനിസ്ട്രേറ്റീവ് ഗ്രാൻറ്റിൻ്റെ വീഡിയോ കൂടി കണ്ട് ഇതിൻ്റെ എൻട്രി പൂർത്തീകരിക്കാൻ ശ്രമിക്കുക.